ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിന്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാവിയെക്കുറിച്ചുള്ള കടുത്ത കൺഫ്യൂഷനുകളും നിരാശകളും കാരണം നമ്മുടെ ജീവിതം ഒരു വലിയ ഇരുട്ടിൽ അകപ്പെട്ടതുപോലെ നമുക്ക് എപ്പോഴെങ്കിലും തോന്നാറില്ലേ? എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഇരുണ്ട തുരങ്കത്തിൽ അകപ്പെട്ടതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ജീവിതത്തിലെ സകല നിരാശകളുടെയും മാനസികമായ ഇരുട്ടുകളുടെയും മേൽ വലിയൊരു പ്രകാശം വീശിക്കൊണ്ട് നമ്മെ ഒരു വലിയ വിജയത്തിലേക്ക് നയിക്കാൻ ശക്തമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 12:46. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഇരുട്ടിന് മാറ്റിമറിക്കാൻ നമുക്ക് വലിയൊരു ആത്മവിശ്വാസം തരുന്ന ഒരു വചനമാണിത്. യെരുശലേമിൽ വെച്ച് യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്ന ആ അവസാന നിമിഷമാണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം. ഒരു വശത്ത് യേശുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ, മറുവശത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ശിഷ്യന്മാരും ജനക്കൂട്ടവും. ഈ ജനക്കൂട്ടത്തെ നോക്കി അതീവ ഉച്ചത്തിലാണ് യേശു ഈ വാക്കുകൾ വിളംബരം ചെയ്യുന്നത്. മനുഷ്യർ തങ്ങളുടെ ചിന്തകളിലും പാപങ്ങളിലും പെട്ട് അന്ധരായി ജീവിക്കുന്നത് കണ്ട് അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി യേശു ഈ വലിയൊരു ഉറപ്പ് അവർക്ക് കൊടുക്കുന്നതാണ് ഈ വചനം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു പറഞ്ഞില്ല ഞാൻ ഒരു വെളിച്ചമാണ്. അവൻ പറഞ്ഞത് ഞാൻ വെളിച്ചമായി വന്നിരിക്കുന്നു. ഇരുട്ടിൽ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും ആവശ്യമായത് വെളിച്ചമാണ്. ഇന്നത്തെ ലോകത്തും അനേകർ ഭയത്തിന്റെ ഇരുട്ടിൽ, നിരാശയുടെ ഇരുട്ടിൽ, പാപത്തിന്റെ ഇരുട്ടിൽ, ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിൽ, ഏകാന്തതയുടെ ഇരുട്ടിൽ ജീവിക്കുകയാണ്. അവർക്കെല്ലാം യേശു പറയുന്നു ഞാൻ വെളിച്ചമായി വന്നിരിക്കുന്നു. 2, യേശുവിൽ ജീവിക്കുന്നവർ ഇരുളിൽ തുടരേണ്ടതില്ല. യേശു പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരുപ്പാൻ. വസിക്കുക എന്ന് വെച്ചാൽ അവിടെ സ്ഥിരമായി വീട് കെട്ടി ജീവിക്കുക എന്നത് തന്നെയാണ് അർത്ഥം. ഇത് വളരെ ശക്തമായ ഒരു വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും സാമ്പത്തിക തകർച്ചകളും മാനസിക ഡിപ്രഷനുകളും കടന്നു വന്നേക്കാം. അതൊരു താൽക്കാലിക അവസ്ഥ മാത്രമാണ്. അതിനുള്ളിൽ തന്നെ ജീവിച്ചു തീരാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഇരുട്ടിനെ മാറ്റാൻ നമ്മൾ ഇരുട്ടിനോട് യുദ്ധം ചെയ്യേണ്ടതില്ല. പകരം അവിടെ ഒരു ചെറിയ വെളിച്ചം കൊണ്ടെന്ന് വെച്ചാൽ മതി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂഷനുകൾ മാറാൻ ദൈവത്തിലുള്ള വിശ്വാസം എന്ന ആ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ മതി. ദൈവിക വെളിച്ചം നമ്മുടെ ചിന്തകളിൽ വീഴുമ്പോൾ ലോകം നമ്മിൽ നിന്നും മറച്ചു വെച്ച വലിയ അവസരങ്ങളും നമ്മുടെ യഥാർത്ഥ മൂല്യവും നമുക്ക് നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരും. നമ്മൾ ഒളിച്ചിരിക്കേണ്ടവരല്ല, ലോകത്തിന് മുമ്പിൽ പ്രകാശിക്കേണ്ടവരാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പുതിയ തുടക്കമുണ്ട്. അവൻ വഴി കാണിക്കുന്നു, അവൻ പ്രത്യാശ നൽകുന്നു, അവൻ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകുന്നു. 3, വെളിച്ചം സത്യം വെളിപ്പെടുത്തും. ഇരുട്ടിൽ നമുക്ക് വഴി കാണാൻ കഴിയില്ല, എന്നാൽ വെളിച്ചം വന്നാൽ എല്ലാം വ്യക്തമായി കാണാം. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ സഹായിക്കുന്നു, ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ സഹായിക്കുന്നു. യേശുവിൻ്റെ വെളിച്ചം സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. 4, വെളിച്ചം ഭയത്തെ അകറ്റും. ഒരു ചെറിയ കുട്ടി ഇരുട്ടിന് ഭയപ്പെടും, പക്ഷെ വെളിച്ചം തെളിയുമ്പോൾ ആ ഭയം മാറും. ഇന്ന് പലരും ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു, രോഗങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നു, മരണത്തെക്കുറിച്ച് പോലും ഭയപ്പെടുകയാണ്. പക്ഷേ യേശുവിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ സമാധാനം വരുന്നു. കാരണം അവൻ നമ്മോട് പറയുന്നു ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 5, വെളിച്ചം മറ്റുള്ളവർക്കും പ്രകാശം നൽകും. യേശുവിൻ്റെ വെളിച്ചം സ്വീകരിക്കുന്നവർ സ്വയം മാത്രം പ്രകാശിക്കേണ്ടവരല്ല, അവർ മറ്റുള്ളവർക്കും കൂടെ വെളിച്ചമാകുന്നു. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ സ്നേഹത്തിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ വെളിച്ചം ലോകത്തിന് തന്നെ കാണിക്കും. ഇരുണ്ട ലോകത്തിൽ പ്രത്യാശയുടെ ദീപങ്ങളാകാൻ ദൈവം നമ്മെ ഇപ്പോഴും വിളിക്കും. അവസാനത്തെ പോയിന്റ്, ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമായത് യേശുവിൻ്റെ വെളിച്ചമാണ്. സാങ്കേതിക വിദ്യ വളരുന്നു, അറിവ് വർദ്ധിക്കുന്നു, സമ്പത്ത് കൂടുന്നു, പക്ഷെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ഇരുട്ട് നിലനിൽക്കുന്നു. കാരണം യഥാർത്ഥ വെളിച്ചം യേശുവിലാണ്. അവൻ മാത്രം പാപത്തെ ക്ഷമിക്കുന്നു, ഹൃദയത്തെ മാറ്റുന്നത് അവൻ മാത്രം.
ജീവിതത്തെ പുതുക്കുന്നവൻ മാത്രമാണ്. നിത്യജീവിതത്തിൻ്റെ പ്രത്യാശ നൽകുന്നത് കർത്താവ് മാത്രമാണ്. അവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാൻ കഴിയുകയില്ല. ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല, ഒരു നിരാശകളും ഒരു ഇരുണ്ട മുറികളിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാവില്ല. ഉണ്ടായാൽ പോലും കർത്താവിൻ്റെ ആ വെളിച്ചത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. നമ്മുടെ വഴി പ്രകാശമാനമായി കഴിയും. കർത്താവ് ആ വഴി നമുക്ക് തിരഞ്ഞെടുത്ത് തരും. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവൻ ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യരെ വെളിച്ചത്തിലേക്ക് വിളിക്കുന്നു. ഇതാണ് നമ്മൾ ഈ വചനത്തിലൂടെ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മെ വിലയിരുത്താം. ഞാൻ ഏതെങ്കിലും ഇരുട്ടിൽ ജീവിക്കുകയാണോ? ഞാൻ യേശുവിൻ്റെ വെളിച്ചം സ്വീകരിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നുണ്ടോ? നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, അവൻ്റെ വെളിച്ചത്തിൽ നടക്കാം. ഇപ്പോൾ തന്നെ ആ തീരുമാനമെടുക്കാം. അപ്പോൾ ഭയത്തിൻ്റെ ഇരുട്ടും നിരാശയുടെ ഇരുട്ടും പാപത്തിൻ്റെ ഇരുട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോകും. കർത്താവായ ക്രിസ്തുവിൻ്റെ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സാഹചര്യങ്ങളെയും ജോലി സ്ഥലങ്ങളെയും സ്വന്തം മിത്രങ്ങളെയും സാഹചര്യങ്ങളെയും കർത്താവ് പ്രകാശിപ്പിക്കും. നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന മക്കളെയും ഈ നിമിഷം നീ അഭിഷേകം ചെയ്യണമേ. ലോകത്തിൻ്റെ വെളിച്ചം കർത്താവേ നീ മാത്രമാകുന്നു. നീ വെളിച്ചമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ഞങ്ങൾ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ പാവക്കുഴികളിലായിരുന്നു കർത്താവേ. നീ ഞങ്ങളെ രക്ഷിച്ച നിൻ്റെ ചെറിയൻ മറവിൽ ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടുവാൻ ഞങ്ങൾ ഒരുക്കണമേ. ഈ ലോകത്തിൻ്റെ മകളെ മൊഴി ജീവിക്കാതെ, ചെടിക മോഹങ്ങൾക്ക് അധീനരായി ജീവിക്കാതെ കർത്താവ് നിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം തൃപാദത്തിലേക്ക് അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന സകലത്തെയും സമർപ്പിക്കുന്നു കർത്താവേ. വചനം കേൾക്കുന്ന മക്കളുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, പദ്ധതികളെ എല്ലാം അങ്ങയുടെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ്. ഇരുണ്ട ആ ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിന്റെ മക്കളെ കൊണ്ടുവരണമേ. എത്ര വലിയ പാപങ്ങളും നിനക്ക് ക്ഷമിക്കുവാൻ സാധിക്കാത്തതല്ലല്ലോ കർത്താവേ. നിന്റെ മക്കളോട് കരുണ തോന്നണമേ. എല്ലാവരെയും നീ ഈ നിമിഷം അവരവരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ അഭിഷേകം ചെയ്യണമേ. അവരെ നിറയ്ക്കണമേ. നിന്റെ ചിറകിന്മറയിൽ അവരെ മറയ്ക്കണമേ. സകല ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകി പൂർണ്ണമായ വെളിച്ചം അവരുടെ ജീവിതത്തിൽ നൽകി സ്വർഗീയ സിംഹാസനത്തിൻ്റെ പങ്കാളികളാകുവാൻ കർത്താവെ നീ അഭിഷേകം ചെയ്യണമേ. അവരുടെ സകല വേദനകളും കർത്താവെ തുടച്ച് മാറ്റി ആശ്വാസത്തിൻ്റെ കരങ്ങൾ നിൻ്റെ മക്കളിൽ നിറയ്ക്കണമേ കർത്താവെ. ദൈവിക അനുഭവം അവർക്ക് കൊടുക്കണമേ കർത്താവെ. ഹൃദയ സമാധാനം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ, വേദന കൊണ്ട് പൊളയുന്ന മക്കൾക്ക് ആശ്വാസവും സൗഖ്യവും ഈ നിമിഷത്തിൽ നിന്ന് കൊടുക്കണമേ. നാനാവിധമായ പ്രയാസങ്ങളാൽ, മാനസിക ദുഃഖങ്ങളാൽ പ്രയാസപ്പെടുന്ന എല്ലാവരെയും കർത്താവ് നിൻ്റെ കൃപ മൂലം വഴി നടത്തണമേ. ഒരാത്മാവും നശിച്ചു പോകാൻ ഇടവരുത്തരുത് കർത്താവെ. നിന്നിലേക്ക് നിൻ്റെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവരുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ. നിൻ്റെ കൃപ നിൻ്റെ മക്കളിൽ ചൊരിഞ്ഞ് അഭിഷേകം ചെയ്യണമേ. അവരെ നിറയ്ക്കണമേ. ലോകത്തിൻ്റെ വെളിച്ചമാക്കണമേ. നിൻ്റെ സ്നേഹം അവരിൽ നിറച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ നിൻ്റെ കൃപ നിൻ്റെ മക്കളിൽ ചൊരിയണമേ കർത്താവെ. എല്ലാവർക്കും അഭിഷേകം നീ കൊടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങളായി തീരാതെ നീ അഭിഷേകം ചെയ്യുന്നവനായതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. എത്ര വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും സൗഖ്യമാക്കി സന്തോഷവും സമാധാനവും നൽകി ഐശ്വര്യവും നൽകി നിറയ്ക്കുന്നതിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. അവരുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി കൊടുക്കണമേ. പ്രകാശമായി കർത്താവെ അവരുടെ ജീവിതത്തിൽ നീ എപ്പോഴും ഉണ്ടായിരിക്കണമേ. നീ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.